സർവശക്തിമാൻ എൽറോഹിയേ എബനേസരേ ആൽഫതു ഒമേഗതു റാഫതു മേരി ചങ്കായി എൽഷദായേ സർവശക്തിമാൻ എൽറോഹിയേ എബനേസരേ सबसे योग्य है सर्वदा राजा है मेरा पिता है यीशुआ सबसे योग्य है सर्वदा राजा है मेरा पिता है यीशुआ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യമാണ്. അതിനവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ആമേൻ. നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. കൈനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഇതിന്റെ പിൻപിൽ നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം? ഒരു നിഷ്കളങ്ക രക്തം, ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ക്രൂരമായി തകർന്നുപോയ ഒരു വ്യക്തി, ആരും കണ്ടില്ല, ആരും കേട്ടില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവം ചോദിക്കുക, നീ എന്താ ചെയ്തു? അങ്ങനെ ചോദിക്കാൻ കാരണമായിട്ട് ദൈവം എന്താ പറയുന്നത്? അവന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ വേദനകളുടെ നടുവിൽ നിങ്ങൾ പറയുന്ന ആ വേദനയുടെ വാക്കുകളുണ്ടല്ലോ, നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടുകാരോ അറിയേണ്ടവരൊന്നും അറിയുന്നില്ലെങ്കിലും കാണേണ്ടവനും കേൾക്കേണ്ടവനും കേട്ടിട്ടുണ്ട്. ഇത്രയുള്ള ഇന്നത്തെ എൻ്റെ സന്ദേശം. നിന്റെ നെടുവീർപ്പുകൾ പോലും ദൈവം കേൾക്കുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം നിമിത്തവും ഞാൻ എഴുന്നേൽക്കും. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഉള്ളത്തിൽ വിങ്ങുന്ന വിങ്ങൽ പോലും കേട്ടെഴുന്നേൽക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഇതിൽ നിന്ന് 2 സന്ദേശം നിങ്ങളോട് തരാൻ കർത്താവിനോട് പറയുന്നു. 1, നിങ്ങളുടെ നെടുവീർപ്പുകളും ദൈവം കേൾക്കുന്നു. 2, നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരും കണ്ടില്ലെങ്കിലും ഇന്നും വേദപുസ്തകത്തിനകത്ത് അവന്റെ പേര് ഇങ്ങനെ നിൽക്കുക. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യരാശിയുടെ തുടക്കത്തിലുള്ളൊരു ചരിത്രം മാനവ ജനത ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കുന്ന നിലയിൽ ഒരു നീതിമാന്റെ രക്തത്തിന്റെ നിലവിളി എന്ന നിലയിൽ ഇന്നും ഓർമ്മിക്കത്തക്കവണ്ണം അത് നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവം നീതിയോടെ വിധിക്കുന്നവനല്ലേ? ദീർഘശ്വാസങ്ങളിലുള്ള വേദനകൾ പോലും കാണുന്നവനല്ലേ? അതെ, ആരുമറിയാത്ത നിന്റെ ഉൾമുറികളിൽ, ആരും കാണാത്ത നിന്റെ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ ഓർക്കും, പിന്നെ എന്തുകൊണ്ടന്ന് അതിനു മുമ്പേ അവനെ രക്ഷിച്ചില്ല എന്ന്. ആമേൻ. ചില കാര്യങ്ങളെല്ലാം മുമ്പും പിൻപുമായിട്ടൊക്കെ എഴുതി വച്ചിരിക്കുന്നത് വേദപുസ്തകം വായിക്കുമ്പോൾ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടികൾക്ക് വേണ്ടിയാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ ചോദ്യങ്ങളില്ലാത്ത, ഉത്തരങ്ങളില്ലാത്ത ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ
ഇങ്ങനത്തെ ചില വ്യക്തികൾ നമുക്കൊരു ഉത്തരമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ചില സമയത്തൊക്കെ നീതി നിഷേധിക്കപ്പെട്ടേക്കാം. അതിക്രൂരമായ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ താഴ്ത്തപ്പെടുകയും തഴയപ്പെടുകയും ചെയ്യാം. ആരൊക്കെയോ ജയിച്ചെന്നൊക്കെ ചിന്തിച്ചെന്ന് വരാം. പക്ഷേ അവിടെയും അത് കാണുന്നൊരു ദൈവവും ആ വ്യക്തിയോട് തന്നെ അതിനോട് പകരം ചോദിക്കുകയും ചെയ്യുന്നൊരു ദൈവമുണ്ട്. യെസ്, ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ നെടുവീർപ്പുകൾ ദൈവം കാണുന്നു. നീതിയോടെ ദൈവം വിധിക്കും. ഇന്ന് ഈ വചനം പറയുമ്പോൾ ചില നീതിയുള്ള വിധികൾ വരാൻ പോകും. നിങ്ങൾക്ക് വേണ്ടി ചില നീതിയുള്ള വിധികൾ, നിങ്ങൾക്ക് ചില നീതി നിഷേധിക്കപ്പെട്ട വ്യക്തികൾ, എന്നാൽ അതിൻ്റെ നടുവിൽ ചില നീതി വെളിപ്പെട്ടു വരുന്നു കേട്ടോ. ഈ ദിവസങ്ങളിൽ ചില നല്ല റിസൾട്ടുകൾ നിങ്ങൾ കേൾക്കും. നീണ്ട വർഷങ്ങളായിട്ട് പരിഹാരമില്ലാത്ത ചില വിഷയത്തിൽ പരിഹാരങ്ങളുണ്ടാവും. നീണ്ട വർഷങ്ങളായിട്ട് അലതല്ലിക്കിടക്കുന്ന ചില കേസുകൾ നിൽക്കും. പണം കൊടുത്തും അധികാരക്കാരെ പിടിച്ചുമൊക്കെ വളച്ച് വക്രിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ചില നന്മകൾ, അതിൻ്റെ മേലൊരു ദൈവത്തിൻ്റെ നീതി വെളിപ്പെടാൻ പോവുകയാണ്. യെസ്, നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നു. നിങ്ങൾക്കായി ദൈവം ഒരു നീതിയുടെ വിധി പുറപ്പെടുവിക്കും. യെസ്, ഒന്ന് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല ഉറപ്പിൻ്റെ വചനത്തിനായി നന്ദി പറയും. കർത്താവിൻ്റെ നെടുവീർപ്പുകളെല്ലാം അങ്ങ് അറിയുന്ന കർത്താവെ, അങ്ങറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. പരിശുദ്ധാത്മസകലം അങ്ങയുടെ മുമ്പാകെ തുറന്നിരിക്കുന്നു. യേശുവെ കർത്താവ്, ഞങ്ങളുടെ നെടുവീർപ്പുകൾ പോലും അറിഞ്ഞ് ഞങ്ങളുടെ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അങ്ങ് പരിഹാരങ്ങളെ നൽകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, നീതിയോടെ ചില ന്യായപാലനം ചെയ്യാൻ പോകുന്നതിന് നന്ദി പറയും. കർത്താവ്, ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ട ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അവർക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നേ. ചിലരങ്ങ് ഭയങ്കരമായിട്ട് നെടുവീർപ്പിടുകയാണ്. കർത്താവേ, അവരുടെ നെടുവീർപ്പുകൾ കേട്ട് എഴുന്നേൽക്കണമേ. ചിലർക്ക് ഭയങ്കരമായിട്ട് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടപ്പാ. കർത്താവേ, അവരാണ് ഈ വചനം കേൾക്കുന്നത്. കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. ഈ വചനം ഇറങ്ങിച്ചെന്ന് അവരെ സൗഖ്യമാക്കണമേ. അവരുടെ നെടുവീർപ്പുകൾ കേട്ട് നീ എഴുന്നേറ്റ് അവർക്ക് നീതി നടത്തണമേ. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം കാണണേ. മരിച്ചു കഴിഞ്ഞല്ലപ്പ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു നീതി കാണണം, ഒരു ദൈവപ്രവൃത്തി കാണണം. ആ അമ്മയുടെ കണ്ണുനീര്, ആ പിതാവിൻ്റെ പ്രാർത്ഥന, ആ സഹോദരൻ്റെ പ്രാർത്ഥന കർത്താവ് അതുപോലെ തന്നെ കേട്ട് മറുപടി കൊടുക്കുന്നതിനായി സ്തോത്രം. അവർക്ക് ഡിവൈൻ ഹെൽത്തും ഡിവൈൻ പ്രൊവിഷനും ഡിവൈൻ സ്ട്രെങ്ത്തും ഡിവൈൻ ഹീലിംഗും അവരുടെ മേൽ പകർത്ത് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവിൻ്റെ എല്ലാ ബ്ലെസ്സിങ്ങും നന്മകളും നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.